ക്ലാസ് 9 ന്യൂ SCERT സിലബസിൽ നിന്നും ജോഗ്രഫി ഭാഗങ്ങളാണ് നമ്മൾ ഓഡിയോ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഓഡിയോയിൽ ചാപ്റ്റർ 4 മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി, ഈ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഓഡിയോയിൽ പറയുന്നത്. ചാപ്റ്ററിലേക്ക് കടക്കാം. ഉൽപാദന ഘടകങ്ങൾ. ഏതൊക്കെയാണ് ഉൽപാദന ഘടകങ്ങൾ? ഭൂമി, അധ്വാനം അഥവാ തൊഴിൽ, മൂലധനം, സംരംഭകത്വം ഇവയാണ് ഉൽപാദന ഘടകങ്ങൾ. ഇവയെ സാമ്പത്തിക വിഭവങ്ങൾ എന്ന് പറയാം. ഭൂമി, മൂലധനം, അധ്വാനം എന്നീ ഘടകങ്ങളെ അനുയോജ്യമായ രീതിയിൽ സംയോജിപ്പിച്ച് ഉൽപാദനം സാധ്യമാക്കുന്നത് സംരംഭകത്വം എന്ന പ്രക്രിയയിലൂടെയാണ്. ഭൂമി, മൂലധനം, അധ്വാനം എന്നീ ഘടകങ്ങളെ അനുയോജ്യമായ രീതിയിൽ സംയോജിപ്പിച്ച് എങ്ങനെയാണ് ഉൽപാദനം സാധ്യമാക്കുന്നത്? സംരംഭകത്വം എന്ന പ്രക്രിയയിലൂടെയാണ്. ഭൂമിക്ക് വേതനമായി ലഭിക്കുന്നത് പാട്ടമാണ്. അധ്വാനത്തിന് എന്താണ് ലഭിക്കുന്നത്? വേതനമാണ്. മൂലധനത്തിന് പലിശയാണ് ലഭിക്കുന്നത്. സംരംഭകത്വത്തിന് ലാഭമാണ് ലഭിക്കുന്നത്. ഉൽപാദന പ്രക്രിയയിലെ ഏറ്റവും പ്രധാന ഘടകം തൊഴിൽ അഥവാ അധ്വാനമാണ്. അധ്വാനത്തിൽ നിന്നും ലഭിക്കുന്ന വേതനമാണ് കൂടുതൽ ജനങ്ങളുടെയും വരുമാന മാർഗം. ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന അധ്വാനശേഷിയുള്ള ജനങ്ങളാണ് മാനവ വിഭവം അഥവാ മനുഷ്യവിഭവം. ഉൽപാദനക്ഷമത മാനവ വിഭവശേഷിയുടെ ഗുണമേന്മ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമാണ്. ഉൽപ്പന്നങ്ങൾ സൃഷ്ടിച്ചെടുക്കാനുള്ള ഓരോ ഉൽപാദന ഘടകത്തിൻ്റെയും കഴിവിനെ ഉൽപാദനക്ഷമത എന്ന് പറയുന്നു. ജനസംഖ്യയുടെ വലിപ്പം, ഘടന, വൈദഗ്ധ്യം എന്നിവയെല്ലാം മാനവ വിഭവശേഷിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇന്ത്യ ഗവൺമെൻറ് 2023 ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട് പ്രകാരം 15 വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ള തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയും കഴിവുമുള്ള ജനവിഭാഗമാണ് രാജ്യത്തിൻ്റെ തൊഴിൽ സേന. മാനവ വിഭവം ഉൽപാദനത്തിൻ്റെ ചലനാത്മക ഘടകമാണ്. അപ്പോൾ മാനവ വിഭവമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. അതാണ് നമ്മുടെ ഇക്കോണമിയെ മുന്നോട്ട് നയിക്കുന്നത്. മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വിദ്യാഭ്യാസം, ആരോഗ്യ പരിരക്ഷ, തൊഴിൽ പരിശീലനം, കുടിയേറ്റം, വിവരലഭ്യത എന്നിവ. ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതിയാണ് ആരോഗ്യം എന്ന് ലോകാരോഗ്യ സംഘടന WHO നിർവചിക്കുന്നു. ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ ജനങ്ങൾ മാറി താമസിക്കുന്നതിനെയാണ് കുടിയേറ്റം എന്ന് പറയുന്നത്. അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം. പലതരത്തിലുള്ള തൊഴിലില്ലായ്മ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, പ്രകടമായ തൊഴിലില്ലായ്മ. എന്താണ് പ്രകടമായ തൊഴിലില്ലായ്മ? തൊഴിൽ ചെയ്യാൻ സന്നദ്ധമായിട്ടും തൊഴിലില്ലാത്ത അവസ്ഥയാണ് പ്രകടമായ തൊഴിലില്ലായ്മ. ഘടനാപരമായ തൊഴിലില്ലായ്മ. നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്ന അവസ്ഥയാണ് ഘടനാപരമായ തൊഴിലില്ലായ്മ. അതായത് പുതിയ സാങ്കേതിക വിദ്യകൾ മുന്നോട്ട് വരുമ്പോൾ തൊഴിൽ നമുക്ക് നഷ്ടമാകുന്ന അവസ്ഥയാണ് ഘടനാപരമായ തൊഴിലില്ലായ്മ. അടുത്തത് കാലികമായ തൊഴിലില്ലായ്മ. പ്രത്യേക കാലത്ത് മാത്രം തൊഴിൽ ലഭിക്കുകയും മറ്റ് സമയങ്ങളിൽ തൊഴിലില്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് കാലികമായ തൊഴിലില്ലായ്മ. അതായത് നമുക്ക് സീസൺ അനുസരിച്ച് മാത്രമേ തൊഴിൽ ലഭിക്കുന്നുള്ളൂ. അടുത്തത് പ്രച്ഛന്ന തൊഴിലില്ലായ്മ. ഉൽപാദന പ്രവർത്തനത്തിൽ ആവശ്യത്തിലധികം തൊഴിലാളികളുള്ള അവസ്ഥയാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ. അതായത് ഒരു വീടിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ഭൂമിയിൽ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നു. ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും തന്നെ ആ ഭൂമിയിൽ ജോലി ചെയ്യാൻ ആവശ്യമായി വേണ്ടതിൽ കൂടുതൽ ആളുകൾ
ആ ഭൂമിയിൽ തന്നെ ജോലി ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രച്ഛന്ന തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. വിദ്യാഭ്യാസവും നൈപുണ്യവും മെച്ചപ്പെടുത്തുന്നതിനായി ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, സമഗ്ര ശിക്ഷ കേരളം SSK 2018 നവംബർ 1 മുതൽ സർവശിക്ഷാ അഭിയാൻ SSA, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ RMSA, അധ്യാപക വിദ്യാഭ്യാസം TE എന്നിവ സംയോജിപ്പിച്ച് സമഗ്ര ശിക്ഷ കേരള SSK എന്ന പേരിൽ സംയോജിത സ്കൂൾ വിദ്യാഭ്യാസ പദ്ധതി സംസ്ഥാനത്ത് ആരംഭിച്ചു. അപ്പോൾ എന്താണ് SSK? ഏതൊക്കെ ചേർന്നാണ് SSK രൂപീകൃതമായത്? സർവശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ, അധ്യാപക വിദ്യാഭ്യാസം എന്നീ പദ്ധതികൾ ഒരുമിച്ച് കൂടി രൂപീകൃതമായ പദ്ധതിയാണ് സമഗ്ര ശിക്ഷാ കേരളം. പ്രീ പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിവിധ തലങ്ങളിലെ അക്കാദമികേതര പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് വിപുലമായ മാറ്റങ്ങൾക്ക് SSK നേതൃത്വം നൽകി വരുന്നു. അടുത്തത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. അതെന്താണ്? കൈറ്റ്. സംസ്ഥാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നവീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും നടപ്പാക്കുന്നതിനുമുള്ള ഒരു സംസ്ഥാന സർക്കാർ സംരംഭമാണ് കൈറ്റ്. ഇതിൻ്റെ സഹായത്തോടെ സ്കൂൾ പ്ലാറ്റ്ഫോം വഴി അധ്യാപകർക്ക് സാങ്കേതിക വിദ്യാ നൈപുണ്യ പരിശീലനം, വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം മെച്ചപ്പെടുത്തുന്നതിനായി ഇംഗ്ലീഷ് ലാംഗ്വേജ് ലാബ് പ്രോഗ്രാം, ഡിജിറ്റൽ മീഡിയ സാക്ഷരതാ ക്യാമ്പയിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി നടത്തിയ പരിശീലന പരിപാടിയായ സത്യമേവ ജയതേ, ലിറ്റിൽ കൈറ്റ് ക്ലാസുകൾ, അമ്മമാർക്ക് നടത്തിയ സൈബർ സുരക്ഷാ പരിശീലനം, സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള യങ് ഇന്നവേറ്റീവ്സ് പ്രോഗ്രാം, സഹിതം മെൻറ്ററിംഗ് പോർട്ടൽ, വിവിധ ക്ലാസുകളിലേക്കായുള്ള ഡിജിറ്റൽ പഠന വിഭവ നിർമ്മാണം തുടങ്ങിയവ നടപ്പിലാക്കി വരുന്നു. ഇതാണ് കൈറ്റ്. ഇനി അടുത്തത് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം അഥവാ ASAP. എന്താണ് ASAP? 2014 മുതൽ ഹയർ സെക്കൻഡറി ബിരുദ വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ പരിശീലനം നൽകുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഒരു പദ്ധതിയാണ് ASAP. കേരള സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ സ്ഥിതി ചെയ്യുന്ന അസാപ് വിദ്യാർത്ഥികൾക്ക് അവരുടെ തൊഴിലവസരവും തൊഴിൽക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിന് ബന്ധപ്പെട്ട നൈപുണ്യങ്ങൾ പ്രദാനം ചെയ്യുന്നു. സ്കൂളുകളിലും കോളേജുകളിലും കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളിലും ഓൺലൈനായും നേരിട്ടും നൈപുണ്യ പരിശീലനം നൽകി വരുന്നു. അടുത്തത് രാഷ്ട്രീയ ഉച്ചതൻ ശിക്ഷാ അഭിയാൻ RUSA. ആസൂത്രിതമായ വികസനത്തിലൂടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രവേശനം, തുല്യത, നിലവാരം എന്നിവ സംസ്ഥാന തലത്തിൽ മെച്ചപ്പെടുത്തുക, പുതിയ അക്കാദമിക സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ വികസിപ്പിക്കുകയും നവീകരിക്കുകയും ചെയ്യുക, പ്രൊഫഷണലായി നിയന്ത്രിക്കുകയും ഗവേഷണോന്മുഖമായുള്ള വിദ്യാഭ്യാസം നൽകുന്ന രീതിയിലുള്ള സ്ഥാപനങ്ങൾ വികസിപ്പിക്കുക തുടങ്ങിയവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. അപ്പോൾ ഇത്രയുമാണ് വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതികൾ. അടുത്തത് ചില ആരോഗ്യ പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ആർദ്ര മിഷൻ. അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗീ സൗഹൃദമാക്കുക ആണ് ആർദ്രം മിഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. 13ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇത് ആരംഭിച്ചത്. വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്, അതാണ് വിവ. അടുത്ത പദ്ധതിയാണ് വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്. വിളർച്ച പരിഹരിക്കുന്നതിന് വേണ്ടി കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും വനിതാ ശിശുവികസന വകുപ്പും സംയുക്തമായി 2023 ആരംഭിച്ച പദ്ധതിയാണ് വിവ. അടുത്തത് അമൃതം ആരോഗ്യം. സംസ്ഥാനം നടപ്പിലാക്കുന്ന സാംക്രമികേതര രോഗനിയന്ത്രണ പരിപാടിയാണ് അമൃതം ആരോഗ്യം. അടുത്തത് ആരോഗ്യ കിരണം.
ജനനം മുതൽ 18 വയസ്സ് വരെയുള്ള അർഹതപ്പെട്ട എല്ലാ രോഗികൾക്കും ഈ പദ്ധതി സൗജന്യ ചികിത്സയും അനുബന്ധ വൈദ്യസേവനങ്ങളും നൽകി വരുന്നു. അടുത്തത് താലോലം. കിഡ്നി രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, സെറിബ്രൽ പാൾസി, അസ്ഥിരോഗം, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ തുടങ്ങിയ വിവിധ അസുഖങ്ങളിൽ ബുദ്ധിമുട്ടുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് താലോലം. ദേശീയ ആരോഗ്യ മിഷൻ. ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച ദേശീയ ആരോഗ്യ മിഷൻ പരിപാടിയിൽ NRHM, NVHM എന്നീ 2 ഉപമിഷനുകൾ ഉൾപ്പെടുന്നു. എന്താണ് NVHM? ദേശീയ നഗരാരോഗ്യ മിഷൻ, നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ. അടുത്തത് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ, അതാണ് NRHM, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച ദേശീയ ആരോഗ്യ പരിപാടികളാണ് ഒന്ന് NRHM-ഉം പിന്നൊന്ന് NVHM-ഉം. NVHM നാഷണൽ അർബൻ ഹെൽത്ത് മിഷനും NRHM നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനുമാണ്. ഗുണമേന്മയുള്ള ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനു വേണ്ടി രൂപം കൊണ്ട സ്ഥാപനങ്ങളാണിവ. 50,000-ലധികം ജനസംഖ്യയുള്ള പട്ടണങ്ങളിലെ ചേരി നിവാസികൾക്കും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ ദേശീയ നഗരാരോഗ്യ മിഷൻ വഴി ലഭ്യമാക്കുന്നു. ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ ഗ്രാമീണ മേഖലയിൽ മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇനി അടുത്തത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളാണ്. 2005 മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. അടുത്തത് ജവഹർ ഗ്രാമ സമൃദ്ധി യോജന, പ്രധാനമന്ത്രി ഗ്രാമീൺ ആവാസ് യോജന, നാഷണൽ സോഷ്യൽ അസിസ്റ്റൻ്റ് പ്രോഗ്രാം, വാർദ്ധക്യ പെൻഷൻ പദ്ധതി, അന്നപൂർണ, സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന, സ്വയം സഹായ സംഘങ്ങൾ, കുടുംബശ്രീ. ഇവയൊക്കെയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ. ഇത്രയുമാണ് 9th സ്റ്റാൻഡേർഡിലെ ജോഗ്രഫിയിലെ 4th ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.